ഓണക്കാലത്ത് ഓണം ബമ്പറിലൂടെ ജീവിതത്തെ നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഉയർച്ചയിലേക്ക് എത്തിക്കുവാനുള്ള ഭാഗ്യം ചില നക്ഷത്രക്കാർക്ക് തെളിഞ്ഞിരിക്കുകയാണ്. അതായത് ഈ വർഷത്തെ ഓണം ബമ്പർ ലോട്ടറി ഭാഗ്യം ചില നക്ഷത്രക്കാരിൽ മാത്രം നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതായത് ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഈ ഓണക്കാലത്തിന് ഇതുവരെ കഴിഞ്ഞുപോയ ഓണക്കാലത്തെ അപേക്ഷിച്ച് വളരെയധികം പ്രാധാന്യം നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ചില നക്ഷത്രക്കാർക്ക് ഈ ഓണക്കാലം ജീവിതത്തിൻ്റെ നാഴികക്കല്ലാകുന്ന ഒരു സമയമായിരിക്കും. അതായത് ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ഒന്ന് കരകയറുവാനായി ഒരു ലോട്ടറിയെങ്കിലും അടിച്ചിരുന്നെങ്കിൽ എന്ന് പല ആളുകളും മനസ്സിൽ കരുതുമെങ്കിലും അതിലേക്ക് എത്തിപ്പെടുവാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം മറ്റ് എല്ലാത്തിലും ഉപരി ഭാഗ്യവും ഈ പ്രപഞ്ചശക്തിയുടെ കാരുണ്യവും നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കാര്യം സംഭവിക്കുകയുള്ളൂ. എന്നാൽ അതിനുവേണ്ട ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കൃത്യമായ സമയത്ത് നിങ്ങളിലേക്ക് ആ സൗഭാഗ്യം വന്നിരിക്കും. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ വർഷത്തെ ഓണം ബമ്പർ വരെ സ്വന്തമാക്കുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ പറയുവാൻ പോകുന്ന നക്ഷത്രത്തിൽ പിറന്ന ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഓണക്കാലം തുടങ്ങുന്നത് മുതൽ പല വിധത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും കാണുവാൻ കഴിയും. അതായത് ഒരു വലിയ ഭാഗ്യം നിങ്ങളിലേക്ക് വന്നെത്തുന്നതിന് മുൻപ് ഈ പ്രപഞ്ചം തന്നെ നിങ്ങളിലേക്ക് നൽകുന്ന ചില സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയുവാൻ കഴിയുമെന്നുള്ളതും ഈ സമയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത്തരത്തിൽ ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ ഓണക്കാലത്തെ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന ഒന്നാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് മകം നക്ഷത്രക്കാരാണ്. ഇത്തരത്തിൽ മകം നക്ഷത്രക്കാരിൽ ഇങ്ങനെ ഒരു ഭാഗ്യയോഗം തെളിഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനെ വളരെയധികം പോസിറ്റീവായി വയ്ക്കുവാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം ആത്മവിശ്വാസത്തോടെ ചെയ്യുവാനും ശ്രമിക്കുക. മാത്രമല്ല പ്രപഞ്ചശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നുള്ളതും അച്ചിട്ടാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ വിശ്വാസമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിനോടൊപ്പം ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ മാനിഫെസ്റ്റേഷൻ രീതികളെപ്പറ്റി ഇതിനു മുൻപ് തന്നെ പല അധ്യായങ്ങളിലായി നാം വിശദീകരിച്ചിട്ടുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് മികച്ചത് എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഈ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് മകം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 7, 4, 47 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഖ്യകൾ ഒരുമിച്ച് വരുന്നത് നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ അതല്ലാതെ ഈ സംഖ്യകളുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുവാൻ കഴിയുമെങ്കിലും അതിൽ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അവസാന വാക്കായി എന്താണോ തോന്നുന്നത് ആ ഒരു കാര്യത്തിന് വേണം പ്രാധാന്യം നൽകുവാൻ. എങ്ങനെയൊക്കെയാണെങ്കിലും മകം നക്ഷത്രക്കാരിൽ ഈ ഓണക്കാലത്തെ ലോട്ടറി സമ്മാനം സിദ്ധിക്കുവാനുള്ള യോഗം വളരെയധികമാണ് നിലനിൽക്കുന്നത്. ഇനി രണ്ടാമതായി ഈ ഓണക്കാലത്തെ സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് തിരുവാതിര നക്ഷത്രക്കാരാണ്.
തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ള ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും കാര്യതടസ്സങ്ങളും അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തെപ്പറ്റി വളരെ വലിയ സ്വപ്നങ്ങളാണ് ഉള്ളത്. എന്നാൽ ഓരോ ദിവസവും ജീവിതം വളരെയധികം പ്രശ്നങ്ങളിലേക്ക് പോകുന്നതല്ലാതെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഉയർച്ചയും ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ ഓണക്കാലം നിങ്ങൾക്ക് സൗഭാഗ്യകാലമാണ്. ഇതിൽ തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 2, 4, 24 എന്നിങ്ങനെയുള്ള സംഖ്യകളായിരിക്കും. അതിനാൽ തന്നെ ഈ സംഖ്യകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഓണക്കാലത്ത് നിങ്ങളുടെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. മാത്രമല്ല, എപ്പോഴും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി കാണുകയും ആത്മവിശ്വാസം നിങ്ങൾ വളരെയധികം മുറുകെ പിടിക്കുകയും വേണം. കാരണം നിങ്ങൾ ഒരു കാര്യം നടക്കുമെന്ന് മനസ്സിൽ പലതവണ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചശക്തി തീർച്ചയായും അത് നിങ്ങളിലേക്ക് നൽകിയിരിക്കും. ഇനി അടുത്തതായി ഈ ഓണക്കാലത്തെ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനുള്ള എല്ലാ യോഗവും തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള ഇപ്പോൾ ഈ അധ്യായം കാണുന്ന പല ആളുകളും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വരെ ആഗ്രഹിക്കുന്നവരാണ്. കാരണം ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും ദുഃഖം മാത്രമേ നൽകിയിട്ടുള്ളൂ. മാത്രമല്ല, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു ഉന്നമനം വളരെ അത്യാവശ്യമായി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കാരണം ഉടനടി പരിഹാരം കാണേണ്ട തരത്തിലുള്ള കടബാധ്യതകളും കുടുംബത്തിൽ നിങ്ങൾക്ക് നിറവേറ്റേണ്ട കടമകളും വളരെയധികമാണ്. എന്നാൽ ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സാമ്പത്തിക തടസ്സങ്ങൾ കൊണ്ട് നടക്കാതെ പോയിരുന്ന പല ആഗ്രഹങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യമായിരിക്കും ഈ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുന്നതിലൂടെ കൈവരുന്നത്. ഇതിൽ ആയില്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 5, 2, 7 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. അതിനാൽ തന്നെ ഈ സംഖ്യകൾക്ക് പ്രാധാന്യം നൽകുവാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇവ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുമായും പരസ്പരം ബന്ധിപ്പിക്കുവാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ മികച്ച ഫലങ്ങൾ നൽകിയേക്കാം. എന്തുതന്നെയാണെങ്കിലും ആയില്യം നക്ഷത്രക്കാരിൽ ഭാഗ്യത്തിൻ്റെ തുണ ഈ ഒരു സമയത്ത് വളരെയധികമാണ് നിലനിൽക്കുന്നത്. ഇനി നാലാമതായി ഈ ഓണക്കാലത്ത് ഓണം ബമ്പർ വരെ സ്വന്തമാക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് മൂലം നക്ഷത്രക്കാരാണ്. ഈ അധ്യായം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇതൊന്നും നടക്കുവാൻ പോകുന്നില്ല എന്ന് ഒറ്റയടിക്ക് മനസ്സിൽ ചിന്തിച്ച ചില വ്യക്തികൾ ഇതിലുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഭാഗ്യക്കേടുകളും പരാജയങ്ങളും മാത്രമാണ് ഭൂരിഭാഗം വ്യക്തികൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം വരും എന്നുള്ളതിനെ പറ്റി ആർക്കും തന്നെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ ഈ ഓണക്കാലം നിങ്ങളിൽ വളരെ വലിയ മാറ്റങ്ങളായിരിക്കും സൃഷ്ടിക്കുവാൻ പോകുന്നത്. ഇതിൽ മൂലം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 3, 7 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. ഈ സംഖ്യകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ച് നിങ്ങൾക്ക് കണക്ക് കൂട്ടലുകൾ നടത്താം. ലോട്ടറി എടുക്കുന്ന സമയത്തൊക്കെ ഇതല്ലാതെ മറ്റേതെങ്കിലും സംഖ്യയോടാണ് നിങ്ങളുടെ മനസ്സിന് താല്പര്യം തോന്നുന്നതെങ്കിൽ അത് തന്നെ വേണം നിങ്ങൾ ചെയ്യുവാൻ. മാത്രമല്ല, ഈ ഒരു സംഖ്യ
ജീവിതത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് പരസ്പരം ബന്ധിപ്പിക്കാവുന്നതാണ്. ഫലപ്രകാരം നോക്കുമ്പോൾ ഈ ഓണക്കാലം കഴിയുമ്പോഴേക്കും മൂലം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് ഒരു പുരോഗതി ഉണ്ടാകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഫലത്തിൽ കാണുന്നത്. അടുത്തതായി ഈ ഓണക്കാലത്തോടെ ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായ ഒരു സാമ്പത്തിക നേട്ടം സ്വന്തമാക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ചതയം നക്ഷത്രക്കാരാണ്. ഇന്നത്തെ ഈ അധ്യായം കാണുന്ന ചതയം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ പല ആളുകളും നിരന്തരം ലോട്ടറി സൗഭാഗ്യം ലഭിക്കുമെന്ന് വിശ്വാസത്തോടെ ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു ചെറിയ സമ്മാനം പോലും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ചുരുക്കം ചിലർക്കാണെങ്കിൽ ചെറിയ തുകകളൊക്കെ സമ്മാനമായി ലഭിച്ചിരുന്നുവെങ്കിലും അത് നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു ഉന്നമനമുണ്ടാകുവാൻ ഉതകിയിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധിയും കടബാധ്യതകളും ചെറുതൊന്നുമല്ല. അത്തരത്തിൽ സാമ്പത്തികമായി വളരെയേറെ പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചതയം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളിൽ ഭാഗ്യം ഈ ഒരു സമയത്ത് വളരെയധികമാണ്. അതിനാൽ തന്നെ ഈ ലോട്ടറി സൗഭാഗ്യം നിങ്ങൾക്ക് ജീവിതത്തിലെ ഒരു വഴിത്തിരിവായേക്കാം. അപ്രകാരം നോക്കുമ്പോൾ ചതയം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 4, 24 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. ഈ സംഖ്യകളാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യ. എന്നിരുന്നാലും നിങ്ങൾ ഈ സംഖ്യകൾക്ക് മാത്രം പ്രാധാന്യം നൽകേണ്ടതില്ല. ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഏത് സംഖ്യയാണോ കൂടുതൽ പ്രാധാന്യമുള്ളതായി തോന്നുന്നത് അത് തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി അതല്ലാതെ ജീവിതത്തിലെ മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുവാനായി നിങ്ങൾക്ക് ഈ ഭാഗ്യസംഖ്യ ഉപയോഗിക്കാം. ഇനി ഈ ഓണം ബമ്പർ സ്വന്തമാക്കുവാനുള്ള യോഗം വരെ നിലനിൽക്കുന്ന അടുത്ത നക്ഷത്രക്കാരായി വരുന്നത് തിരുവോണം നക്ഷത്രക്കാരാണ്. തിരുവോണം നക്ഷത്രത്തിൽ പിറന്ന പല വ്യക്തികളും കാത്തിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരണം കാണുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്ക് ഒരു അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രപഞ്ചം നിങ്ങൾക്ക് വഴികാട്ടി തരുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകും. ഇതിൽ തിരുവോണം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 3, 6, 9, 22 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഈ സംഖ്യകളെ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ പോസിറ്റീവ് ചിന്താഗതിയോടെ എല്ലാ കാര്യങ്ങളും ശുഭകരമായി നിങ്ങളിലേക്ക് വരുമെന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ ലോട്ടറി സൗഭാഗ്യത്തിലൂടെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അടുത്തതായി പുണർദം നക്ഷത്രക്കാർക്കാണ് ഈ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള യോഗം നിലനിൽക്കുന്നത്. പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധികൾ അനുഭവിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉടനടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക ഉന്നമനമുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. മാത്രമല്ല, പലപ്പോഴും ചുറ്റുമുള്ളവരിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള ഒറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളുമെല്ലാം തന്നെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ളവരാണ്. ഇതിന് പലപ്പോഴും നിങ്ങൾക്ക് സാമ്പത്തികമായി ഭദ്രത ഇല്ലാത്തത് തന്നെയാണ് കാരണമായിട്ടുള്ളത്. എന്നാൽ ഈ ഓണക്കാലം നിങ്ങൾക്ക് ഭാഗ്യമാണ് നൽകുവാൻ പോകുന്നത്. ഈ ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കുവാനായി പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ പ്രാധാന്യം നൽകേണ്ടത് 1, 5,
8 എന്നിങ്ങനെയുള്ള സംഖ്യകൾക്കാണ്. ഈ സംഖ്യകൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഇപ്പോൾ ഈ അധ്യായം കാണുന്നവരിൽ പല വ്യക്തികളും ചിന്തിക്കുന്ന ഒരു കാര്യം, ഓണം ബമ്പർ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രം ലഭിക്കുന്ന ഒന്നല്ലേ, പിന്നെ എങ്ങനെയാണ് ഇത്രയും വ്യക്തികൾക്ക് ഇതിൽ സമ്മാനങ്ങൾ ലഭിക്കുക എന്നതായിരിക്കും. എന്നാൽ ഇതിൽ ഒരു വ്യക്തിക്കായിരിക്കും ഒന്നാം സമ്മാനം ലഭിക്കുന്നതെങ്കിലും ചെറിയ തരത്തിലുള്ള മറ്റു സമ്മാനങ്ങളും പല ആളുകൾക്കും ലഭിക്കും. അതുപോലെ തന്നെ ഓണം ബമ്പർ മാത്രമല്ല, മറ്റുള്ള ലോട്ടറി സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കാരിൽ ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 7 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ചെറുതും വലുതുമായ ലോട്ടറി സൗഭാഗ്യങ്ങൾ ഈ ഒരു ഓണക്കാലത്ത് ഉണ്ടാകും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.